നമസ്കാരം. അമേസിംഗ് അക്കാഡമിക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലോ ആസ്പിറൻസ് എല്ലാം എൻട്രൻസ് എക്സാമിനേഷൻ കഴിഞ്ഞ് നിങ്ങളുടെ റിസൾട്ട് വെയിറ്റ് ചെയ്യായിരിക്കും അല്ലേ? കമ്മീഷൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് പ്രകാരം റിസൾട്ട് ഓൺ ഓർ ബിഫോർ 31 ഓഗസ്റ്റ് ഡിക്ലെയർ ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇന്നോ നാളെയോ റിസൾട്ട് വരാം. റിസൾട്ട് വന്നാൽ നെക്സ്റ്റ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ രജിസ്ട്രേഷനാണ്. ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുന്നതിലേക്ക് മുന്നേ നിങ്ങൾക്ക് ഏതൊക്കെയാണ് കേരളത്തിലെ ഗവൺമെൻറ് ലോ കോളേജുകളെന്നും ഏതൊക്കെയാണ് പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളെന്നും അതുപോലെ തന്നെ ഇവിടെ ഓഫർ ചെയ്യുന്ന കോഴ്സുകൾ ഏതൊക്കെയാണെന്നും എത്രയാണ് സീറ്റ് അവൈലബിൾ ആയിട്ടുള്ളതെന്നും അതുപോലെ തന്നെ ഇവിടെ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലെ ഫീസ് സ്ട്രക്ചർ എന്താണെന്നും നിങ്ങൾക്കൊരു ഏകദേശ ധാരണ ഉണ്ടായിരുന്നാൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ സമയത്ത് എല്ലാം ഈസി ആയിരിക്കും. അപ്പോൾ ഈ ഗവൺമെൻറ് ലോ കോളേജുകളെക്കുറിച്ചും അതുപോലെ തന്നെ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളെക്കുറിച്ചും പരിചയപ്പെടുത്താനായിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. ആദ്യം തന്നെ നമുക്ക് 5 ഇയർ LLB കോഴ്സിലേക്ക് പോവാം. 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് LLB കോഴ്സുകൾ കേരളത്തിൽ എവിടെയൊക്കെയാണ് നടത്തപ്പെടുന്നത് എന്ന് നോക്കാം. കേരളത്തിൽ ഗവൺമെൻറ് സെക്ടറിൽ 4 ഗവൺമെൻറ് ലോ കോളേജുകളാണ് ഉള്ളത്. ഗവൺമെൻറ് ലോ കോളേജ് തിരുവനന്തപുരം, ഗവൺമെൻറ് ലോ കോളേജ് എറണാകുളം, ഗവൺമെൻറ് ലോ കോളേജ് തൃശ്ശൂർ ആൻഡ് ഗവൺമെൻറ് ലോ കോളേജ് കോഴിക്കോട്. ഇങ്ങനെ 4 ഗവൺമെൻറ് ലോ കോളേജുകളാണ് ഉള്ളത്. ഇവിടെ ഏതൊക്കെ കോഴ്സാണ് ഉള്ളതെന്നും അതുപോലെ തന്നെ അവിടുത്തെ സീറ്റ് അവൈലബിലിറ്റി എത്രയാണെന്നും നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഗവൺമെൻറ് ലോ കോളേജ് തിരുവനന്തപുരം. ഇവിടെ നടത്തുന്ന കോഴ്സ് BA LLB ആണ്. 120 സീറ്റാണ് അവിടെ ഉള്ളത്. അടുത്തത് ഗവൺമെൻറ് ലോ കോളേജ് എറണാകുളം. ഇവിടുത്തെ കോഴ്സ് എന്ന് പറഞ്ഞാൽ BCom LLB ആണ്. 60 സീറ്റാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഗവൺമെൻറ് ലോ കോളേജ് തൃശ്ശൂരാണ്. ഇവിടുത്തെ കോഴ്സ് എന്ന് പറഞ്ഞത് BBA LLB ആണ്. 60 സീറ്റാണ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഗവൺമെൻറ് ലോ കോളേജ് കോഴിക്കോടാണ്. ഇവിടെ നടത്തപ്പെടുന്ന കോഴ്സ് BBA LLB ആണ്. അവൈലബിൾ സീറ്റ് എന്ന് പറയുന്നത് 120 ആണ്. അപ്പോൾ അങ്ങനെ കേരളത്തിലെ 4 ഗവൺമെൻറ് ലോ കോളേജുകളിലും BA LLB, BCom LLB ആൻഡ് BBA LLB ഇങ്ങനെ ഈ 4 കോഴ്സുകൾ നടത്തപ്പെടുന്നുണ്ട്. ഇനി ഏതൊക്കെയാണ് പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളെന്ന് നമുക്ക് നോക്കാം. കേരളത്തിൽ 5 ഇയർ LLB കോഴ്സ് നടത്തപ്പെടുന്നത് 22 പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലാണ്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അൽ അസർ ലോ കോളേജ് തൊടുപുഴ ഇടുക്കി ഡിസ്ട്രിക്റ്റിലുള്ളതാണ്. അവിടെ നടത്തുന്നത് BCom LLB, BBA LLB ആൻഡ് BA LLB ഈ 3 കോഴ്സുമാണ് അവിടെ നടത്തുന്നത്. ഇതിന് 3നും ഓരോന്നിനും 60 സീറ്റ് വീതമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത കോളേജ് ഭാരത് മാതാ സ്കൂൾ ഓഫ് ലീഗൽ സ്റ്റഡീസ്. അത് എറണാകുളം ഡിസ്ട്രിക്റ്റിലെ ആലുവയിൽ സ്ഥിതി ചെയ്യുന്നൊരു കോളേജാണ്. അവിടെ നടത്തപ്പെടുന്ന കോഴ്സ് എന്ന് പറഞ്ഞാൽ BCom LLB, BBA LLB ആൻഡ് BA LLB. ഇതിൽ BCom LLBക്ക് 60 സീറ്റും BBA LLBക്ക് 120 സീറ്റും BA LLBക്ക് 60 സീറ്റുമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത കോളേജ് എന്ന് പറഞ്ഞാൽ CSI കോളേജ് ഓഫ് ലീഗൽ സ്റ്റഡീസ്. ഇത് കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂരുള്ളൊരു കോളേജാണ്. ഇവിടെ നടത്തുന്നത് BCom LLB ആൻഡ് BA LLB ആണ്. അവിടെ 2 കോഴ്സിനും 60 സീറ്റ് വീതമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത കോളേജ് CSI ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലീഗൽ സ്റ്റഡീസ്. അത് തിരുവനന്തപുരം ജില്ലയിലെ പാറശാലയിലാണുള്ളത്. അവിടെ നടത്തുന്ന കോഴ്സ് എന്ന് പറഞ്ഞാൽ BBA LLB, BA LLB ആൻഡ് BCom LLB. ഇതിന് 3നും 60 സീറ്റ് വീതമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത കോളേജ് കോഓപ്പറേറ്റീവ് സ്കൂൾ ഓഫ് ലോ തൊടുപുഴയിൽ സ്ഥിതി ചെയ്യുന്ന കോളേജാണ്. അതായത് ഇടുക്കി ഡിസ്ട്രിക്റ്റിലെ തൊടുപുഴയിലാണ് ആ കോളേജ് ഉള്ളത്. അവിടെ ഓഫർ ചെയ്യുന്ന കോഴ്സ് എന്ന് പറഞ്ഞാൽ BCom LLB അതുപോലെ തന്നെ BCom LLB ആൻഡ് BBA LLB. BBA LLBക്ക് 120 സീറ്റ്സും BCom LLBക്ക് 60 സീറ്റ്സുമാണ് അവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത കോളേജ് എന്ന് പറഞ്ഞാൽ മാർ ഗ്രിഗോറിയസ് കോളേജ് ഓഫ് ലോ നാലാഞ്ചിറ തിരുവനന്തപുരം ജില്ലയിലാണ് അതുള്ളത്. അവിടെ ഓഫർ ചെയ്യുന്ന കോഴ്സ് BBA LLB, BA LLB ആൻഡ് BCom LLB. ഇതിന് ഓരോന്നിനും 60 സീറ്റ് വീതമാണ് ഉള്ളത്. അടുത്ത കോളേജ് മൗണ്ട് സിയോൺ ലോ കോളേജാണ്. പത്തനംതിട്ട ജില്ലയിലെ കടമനിട്ടയിലാണ് ആ കോളേജ് ഉള്ളത്. അവിടുത്തെ കോഴ്സുകൾ എന്ന് പറഞ്ഞാൽ BCom LLB അതുപോലെ തന്നെ BBA LLB. ഓരോന്നിനും 60 സീറ്റ് വീതമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത കോളേജ് NSS ലോ കോളേജ് കൊല്ലത്തുള്ളതാണ്, കൊട്ടിയം.
കൊല്ലത്തെ കൊട്ടിയത്താണ് ഈ കോളേജ് സ്ഥിതി ചെയ്യുന്നത്. അവിടുത്തെ ഓഫർ ചെയ്യുന്ന കോഴ്സ് എന്ന് പറഞ്ഞാൽ BA LLB ആണ്. അതിന് 60 സീറ്റാണ് അവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത കോളേജ് ദ കേരള ലോ അക്കാഡമി ലോ കോളേജാണ്. അത് തിരുവനന്തപുരം ജില്ലയിലെ പേരൂർക്കടയിൽ സ്ഥിതി ചെയ്യുന്നു. അവിടെ ഓഫർ ചെയ്യുന്ന കോഴ്സ് BCom LLB ആണ്. അവൈലബിൾ ആയിട്ടുള്ള സീറ്റ് എന്ന് പറയുന്നത് 60 ആണ്. അടുത്ത കോളേജ് ശ്രീനാരായണ ലോ കോളേജ്, എറണാകുളം ജില്ലയിലെ പൂത്തോട്ടയിൽ സ്ഥിതി ചെയ്യുന്ന കോളേജാണിത്. അവിടെ BCom LLB, BA LLB ആൻഡ് BBA LLB ഈ 3 കോഴ്സും ഓഫർ ചെയ്യുന്നുണ്ട്. 3നും 60 സീറ്റ് വീതമാണ് ഉള്ളത്. അടുത്ത കോളേജ് ശ്രീനാരായണ ഗുരു കോളേജ് ഓഫ് ലീഗൽ സ്റ്റഡീസ്, അത് കൊല്ലം ജില്ലയിലാണ്. അവിടെ ഓഫർ ചെയ്യുന്ന കോഴ്സ് എന്ന് പറഞ്ഞാൽ BBA LLB, BA LLB ആൻഡ് BCom LLB 3നും 60 സീറ്റ് വീതമാണ് നിലവിലുള്ളത്. അടുത്ത കോളേജ് KMCT ലോ കോളേജ് കുറ്റിപ്പുറം, മലപ്പുറം ജില്ലയിലുള്ളതാണിത്. അവിടെ ഓഫർ ചെയ്യുന്ന കോഴ്സ് BBA LLB ആൻഡ് BCom LLB 2നും 120 സീറ്റ് വീതം അവൈലബിൾ ആണ്. അടുത്ത കോളേജ് മർക്കസ് ലോ കോളേജ്, കോഴിക്കോട് ജില്ലയിലെ കാരന്തൂർ സ്ഥിതി ചെയ്യുന്നതാണ് ആ കോളേജ്. അവിടെ അവൈലബിൾ ആയിട്ടുള്ള കോഴ്സ് എന്ന് പറഞ്ഞാൽ BBA LLB ആണ്. അവിടെ 60 സീറ്റാണ് നിലവിൽ ഉള്ളത്. അടുത്തത് പാലക്കാട് ജില്ലയിലെ ഒരു കോളേജാണ് വി ആർ കൃഷ്ണൻ എഴുത്തച്ഛൻ ലോ കോളേജ്. അത് അവിടെ ഓഫർ ചെയ്യുന്ന കോഴ്സ് BBA LLB ആണ്. അടുത്ത കോളേജ് AM കോളേജ് ഓഫ് ലോ ആണ്. അത് തൃശ്ശൂർ ജില്ലയിലെ പൊയ്യ എന്ന സ്ഥലത്തുള്ളതാണ്. അവിടെ ഓഫർ ചെയ്യുന്ന കോഴ്സ് BBA LLB ആണ്. അവൈലബിൾ ആയിട്ടുള്ള സീറ്റ് എന്ന് പറയുന്നത് 60 ആണ്. അടുത്ത കോളേജ് MCT കോളേജ് ഓഫ് ലീഗൽ സ്റ്റഡീസ്, മലപ്പുറം ജില്ലയിലെ മേൽമുറി എന്ന സ്ഥലത്താണ് ഇതുള്ളത്. അവിടെ ഓഫർ ചെയ്യുന്ന കോഴ്സ് BBA LLB ആണ്. അവൈലബിൾ ആയിട്ടുള്ള സീറ്റ് 60 ആണ്. വീണ്ടും നമുക്ക് പാലക്കാട് ജില്ലയിലെ ഒരു കോളേജ് നോക്കാം. അത് നെഹ്റു അക്കാഡമി ഓഫ് ലോ, പാലക്കാട് ജില്ലയിലെ ലക്കിടിയിൽ സ്ഥിതി ചെയ്യുന്ന കോളേജാണിത്. BBA LLB അതുപോലെ തന്നെ BCom LLB ഈ 2 കോഴ്സുകളാണ് അവിടെ ഓഫർ ചെയ്യുന്നത്. അവൈലബിൾ ആയിട്ടുള്ള സീറ്റ് എന്ന് പറയുന്നത് 60 ഈച്ച് ആണ്. ഓരോന്നിനും 60 സീറ്റ് വീതം അവൈലബിൾ ആണ്. അടുത്തത് പാലക്കാട് ജില്ലയിൽ തന്നെ ഷൊർണൂരുള്ളൊരു കോളേജാണ് അല്ലമീൻ ലോ കോളേജ് കുളപ്പുള്ളി. അവിടെ ഓഫർ ചെയ്യുന്ന കോഴ്സ് BBA LLB ആണ്. 60 സീറ്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത കോളേജ് ഗുരു നിത്യചൈതന്യേതി കോളേജ് ഓഫ് ലോ ആൻഡ് റിസർച്ച് സെൻറ്റർ, കായംകുളത്തുള്ള കോളേജാണിത്. അവിടെ ഓഫർ ചെയ്യുന്ന കോഴ്സ് BA LLB ആണ്. അവൈലബിൾ ആയിട്ടുള്ള സീറ്റ് എന്ന് പറയുന്നത് 60 ആണ്. അടുത്ത ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലെ ഒരു കോളേജാണ് മാറിവാനിയസ് ലോ കോളേജ്, ചെങ്ങന്നൂരാണ് ഇതുള്ളത്. അവിടെ ഓഫർ ചെയ്യുന്ന കോഴ്സ് BA LLB അതുപോലെ തന്നെ BCom LLB 2നും 60 സീറ്റ് വീതം അവൈലബിൾ ആണ്. അടുത്തത് പത്തനംതിട്ട ജില്ലയിലെ അടൂർ സ്ഥിതി ചെയ്യുന്ന ഒരു കോളേജാണ് ഡിവൈൻ ലോ കോളേജ് പത്തനംതിട്ട. അവിടെ ഓഫർ ചെയ്യുന്ന കോഴ്സ് BCom LLB ആണ്. അതുപോലെ തന്നെ BBA LLB ഉണ്ട്. 2നും 60 സീറ്റ് വീതമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത കോളേജ് ഭവൻസ് NA പാൽക്കിവാല അക്കാഡമി ഓഫ് അഡ്വാൻസ് ലീഗൽ സ്റ്റഡീസ് ആൻഡ് റിസർച്ച് സെൻറ്റർ, അത് കോഴിക്കോട് സ്ഥിതി ചെയ്യുന്നൊരു കോളേജാണ്. അവിടെ ഓഫർ ചെയ്യുന്ന കോഴ്സ് BBA LLB. അതിന് 120 സീറ്റാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത്രയൊക്കെയാണ് പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ. അപ്പോൾ നിങ്ങൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ സമയത്ത് നിങ്ങൾക്ക് ഏത് കോളേജാണോ വേണ്ടത് അതുപോലെ തന്നെ ഏത് കോഴ്സാണോ വേണ്ടതെന്ന് നോക്കിയിട്ട് നിങ്ങൾ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി അടുത്തത് നമുക്ക് ഈ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലെ ഫീസ് സ്ട്രക്ചറാണ് നോക്കേണ്ടത്. അത് മാനേജ്മെൻറ്റ് കോട്ടയുണ്ട് അതുപോലെ തന്നെ ഗവൺമെൻറ് കോട്ടയുണ്ട്. ഈ 2നും ഫീസ് സ്ട്രക്ചർ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഈ വർഷത്തെ അതായത് അക്കാഡമിക് ഇയർ 24-25 ഫീസ് സ്ട്രക്ചർ ഇതുവരെ ഗവൺമെൻറ് നോട്ടിഫൈ ചെയ്തിട്ടില്ല. ചിലപ്പോൾ കഴിഞ്ഞ വർഷത്തെ തന്നെ ആയിരിക്കാം. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഫീസ് സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലേക്കുള്ള മാനേജ്മെൻറ്റ് സീറ്റും അതുപോലെ തന്നെ ഗവൺമെൻറ് സീറ്റിലും പ്രിസ്ക്രൈബ് ചെയ്യുന്ന അക്കാഡമിക് ഇയർ 2023-24 ഫീസ് സ്ട്രക്ചർ എന്താണെന്ന് നമുക്ക് നോക്കാം. ഓരോ കോളേജിലും മാനേജ്മെൻറ്റ് സീറ്റിലും അതുപോലെ തന്നെ ഗവൺമെൻറ് സീറ്റിലും 2 തരം ഫീസുകളാണ് വരുന്നത്. അത് ട്യൂഷൻ ഫീസും ഉണ്ട് അതുപോലെ തന്നെ സ്പെഷ്യൽ ഫീസും ഉണ്ട്. അക്കാഡമിക് 2023-24 മാനേജ്മെൻറ്റ് സീറ്റിലെ ട്യൂഷൻ ഫീ എന്ന് പറയുന്നത് 54,600 ആണ്. പിന്നെ സ്പെഷ്യൽ ഫീ വരുന്നത് 5,250 ആണ്. അങ്ങനെ മാനേജ്മെൻറ്റ് സീറ്റിൽ ടോട്ടൽ ഫീസ് എന്ന് പറഞ്ഞാൽ 59,850 ആണ്. ഇനി നമുക്ക് ഗവൺമെൻറ് സീറ്റിൻ്റെ കാര്യം നോക്കാം. ഗവൺമെൻറ് സീറ്റിൽ ട്യൂഷൻ ഫീ എന്ന് പറയുന്നത് 36,750 ആണ്. സ്പെഷ്യൽ ഫീ 5,250 ആണ്.
അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടി വരുമ്പോഴേക്കും ടോട്ടൽ ഫീ എന്ന് പറയുന്നത് 42,000 ആണ് ഗവൺമെൻറ് സീറ്റിലേക്കുള്ള ഫീ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ ഈ സീറ്റ് അവൈലബിലിറ്റി എല്ലാം പറഞ്ഞല്ലോ, ഇത് നമ്മൾക്ക് ഈ പ്രോസ്പെക്ടസിൽ കൊടുത്തിരിക്കുന്നതാണ്. ഇതിൽ ചേഞ്ച് വരാനൊക്കെ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളുടെ അഫിലിയേഷൻ, ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ നൽകുന്ന അഫിലിയേഷൻ പോവുകയോ അല്ലെങ്കിൽ പുതിയ കോളേജുകൾ അഫിലിയേറ്റ് ചെയ്ത് വരികയൊക്കെ ചെയ്യുകയാണെങ്കിൽ അതനുസരിച്ച് സീറ്റിൻ്റെ എണ്ണത്തിൽ മാറ്റം വരാവുന്നതാണ്. ഇതാണ് നമ്മുടെ പ്രോസ്പെക്ടസിൽ കൊടുത്തിരിക്കുന്ന ഏകദേശം ഒരു രൂപം. ഇതിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ ചിലപ്പോൾ വന്നേക്കാം, ചിലപ്പോൾ ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്തേക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. അടുത്ത വീഡിയോയിൽ നമ്മൾ 3 ഇയർ LLB കോഴ്സിൻ്റെ സീറ്റ് അവൈലബിലിറ്റിയും അതുപോലെ തന്നെ കോഴ്സസ് ഓഫർ ചെയ്യുന്നതും അതുപോലെ തന്നെ ഫീസ് സ്ട്രക്ചറലായിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. Until then, bye from Team Amazing Academics.